മലയാളത്തിൽ ജയറാമിന് ലഭിച്ച ഏറ്റവും ശ്രദ്ധേയ ചിത്രമാണ് മിഥുൻ മാനുവൽ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എബ്രഹാം ഓസ്ലർ. മെഡിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ജനുവരി 11 തിയേറ്ററുകളിൽ എത്തുകയാണ്. ജയറാമിന്റെ തിരിച്ചുവരവ് ചിത്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചിത്രമാണ് ഓസ്ലർ. ജയിലും തടവുകാരും മെഡിക്കൽ പശ്ചാത്തലവുമായി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഓസ്ലർ എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജയിലിൽ സ്ഥിരം സന്ദർശകനായി എത്തുന്ന എബ്രഹാം ഓസ്ലർ എന്ന കഥാപാത്രമായിട്ടാണ് ട്രെയിലറിൽ ജയറാം പരിചയപ്പെടുത്തുന്നത്. അഞ്ചാം പാതിര പോലൊരു ത്രില്ലർ അല്ലെങ്കിൽ ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ചിത്രം എന്ന് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരുന്നു. മിഥുൻ മാനുവൽ തോമസിനൊപ്പം ജയറാമിന്റെ ബോക്സ് ഓഫീസ് തിരിച്ചുവരവായിരിക്കും ചിത്രമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ കേൾക്കാനുമാകും. സിനിമയിൽ സുപ്രധാന റോളിൽ മമ്മൂട്ടി ഉണ്ടെന്നാണ് വാർത്തകളൊക്കെ വരുന്നത്. ത്രില്ലറുകൾ ഒരുക്കുന്നതിലുള്ള തന്റെ പ്രാവീണ്യം മിഥുൻ മാനുവൽ തോമസ് വീണ്ടും അടിവരയിടുന്ന ചിത്രമായിരിക്കും ഓസ്ലർ എന്നാണ് ട്രെയിലർ കണ്ടവർ പറയുന്നത്. മമ്മൂട്ടിയുടെ ദൃശ്യം അല്ലെങ്കിൽ ട്രെയിലർ അവസാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള ഡയലോഗിലൂടെയാണ്. ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്നാണ് ആ ഡയലോഗ്. ട്രെയിലർ എത്തിയതോടെ ജയറാം മമ്മൂട്ടി കോമ്പിനേഷൻ സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പ് പ്രേക്ഷകർക്കിടയിൽ വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പാണ്. അതുപോലെ മിഥുൻ മാനുവൽ ചിത്രമായ അഞ്ചാം പാതിര അബ്രഹാം ഓസ്ലറുമായി ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മലയാളത്തിലെ ആദ്യ യൂണിവേഴ്സ് സൃഷ്ടിക്കാൻ മിഥുൻ മാനുവൽ തോമസ് ഒരുങ്ങുകയാണോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അഞ്ചാം പാതിരയും അബ്രഹാം ഓസ്ലറും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ട്രെയിലർ കണ്ടവർ ചോദിക്കുന്നത്. ബന്ധമുണ്ടെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സൽ സിനിമകൾ ഒരുക്കുന്ന ഡയറക്ടറായി മിഥുൻ മാനുവൽ മാറും. ലോകേഷ് കനകരാജ് യൂണിവേഴ്സ് സൃഷ്ടിച്ചപ്പോൾ ആരാധകർ ചോദിച്ചു, ലോക്കി നീ എന്നടാ പണി വെച്ചിരിക്കേ എന്ന്. അതുപോലെ മലയാളത്തിൽ ഡേ മിഥുൻ മാനുവൽ എന്നടാ പണി വെച്ചിരിക്കേ എന്ന് ആരാധകർ ചോദിക്കുമോ? ചിത്രത്തിലെ ട്രെയിലറിന് വൻ ജന സ്വീകാര്യതയാണ് ലഭിച്ചത്. ആടുപുലിയാട്ടം എന്ന സിനിമയ്ക്ക് ശേഷം ജയറാമിന്റെ ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയായിരിക്കും ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് പോലും ഉപേക്ഷിച്ച് അതിന് വെച്ചിരുന്ന തുക ഇടുക്കിയിലെ കുട്ടി കർഷകർക്ക് അബ്രഹാം ഓസ്ലർ ടീം നൽകിയിരുന്നു. മലയാളത്തിലെ ഒരു കാലത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു ജയറാം. കുടുംബ പ്രേക്ഷകർക്കിടയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജയറാമിന്റെ തിരിച്ചുവരവ് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തെ കൊണ്ടെത്തിക്കുകയാണ്. അബ്രഹാം ഓസ്ലറിൽ അർജുൻ അശോകൻ, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അനശ്വര രാജൻ, ദർശന നായർ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, അസിം ജമാൽ, ആര്യ സലീം എന്നിവരാണ് പ്രധാന താരങ്ങളായി എത്തുന്നത്. ഡോക്ടർ രൺദീപ് കൃഷ്ണന്റേതാണ് തിരക്കഥ. സംഗീതം മിഥുൻ മുകുന്ദനാണ്. ഛായാഗ്രഹണം തേനി ഈശ്വറാണ് നിർവഹിച്ചിരിക്കുന്നത്. സൈജു ശ്രീധരൻ എഡിറ്റിംഗും ഗോകുൽദാസ് കലാസംവിധാനം നിർവഹിക്കുന്നു. ആൻഡോ ജോസഫാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. വൻ പ്രദർശന വിജയവും മികച്ച അഭിപ്രായം നേടിയ അഞ്ചാം പാതിര എന്ന ക്രൈം ത്രില്ലർ ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ ഇതിനകം ഹൈപ്പ് ലഭിച്ച ചിത്രമാണ് അബ്രഹാം ഓസ്ലർ. കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട നടനായി ജയറാം രൂപത്തിലും ഭാവത്തിലുമെല്ലാം വലിയ മാറ്റങ്ങളോടെയാണ് ഈ കഥാപാത്രമായി എത്തുന്നത്. ഇത്തരമൊരു ക്രൈം ത്രില്ലർ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നതും ഇത് ആദ്യമായാണ്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണത്തിന്റെ അന്വേഷണമാണ് DCP എബ്രഹാം ഓസ്ലർ നിർവഹിക്കുന്നത്. ഏറെ നിർണായകമായ ചില വഴിത്തിരിവുകളും ചില അപ്രതീക്ഷിതമായ കഥാപാത്രങ്ങളുടെ കടന്നുവരവും പ്രേക്ഷകർക്ക് വലിയ കൗതുകം നൽകുന്നവയായിരിക്കും. ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ യൂട്യൂബിൽ 1 മില്യൺ വ്യൂസ് നേടിയിരിക്കുകയാണ്. സോഷ്യൽ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അബ്രഹാം ഓസ്ലറിലേക്കാണ്. മിഥുൻ മാനുവൽ തീർക്കുന്ന മലയാള സിനിമ യൂണിവേഴ്സ് ആകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ആരാധകർ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ്.